ഇനാശുവേ, എന്താണ്ടാ നിന്റെ ചെക്കൻ ഫ്രാഞ്ചൈസിനൊരു സങ്കടം? അതിപ്പോ എന്റെ വല്യപ്പാപ്പ, ആ ചെക്കന്റെ എക്സ്പ്രഷൻസാ കണ്ട ഉമ്മക്ക കൺഫ്യൂഷൻ ആവും. ഒരു തീരുമാനം എടുക്കാൻ തുടങ്ങുമ്പോ അവന്റെ മുഖം അങ്ങോട്ട് കരയണം മാതിരിയാവും. അത് അവന്റെ ആത്മസംഘർഷ. നല്ലൊരു ചെക്കനാണ്ടോ ഈനാശുവേ. അവൻ കാരണവന്മാരുണ്ടാക്കിയത് നശിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇരട്ടിപ്പിക്കുക ചെയ്തേ. കൈപ്പുണ്യമുള്ള ചെക്കനാ. അവൻ എന്താണ്ട പെണ്ണ് കെട്ടാണ്ട് കിടക്കണേനാശുവേ. അത് പിന്നെ അവന് 18 തികണ സമയത്ത് ഞാൻ ഇങ്ങോട്ട് പോന്നൂലോ. ഇന്നിപ്പോ എന്താണ്ട് അവന്റെ പ്രശ്നം? ഇവിടുന്ന് അവൻ പള്ളിയിലേക്കാ പോവാ. എന്നോട് അവനൊരു സമ്മതം ചോദിച്ചു. അത് അവൻ പുണ്യാളിനോട് ഡീറ്റെയിൽ ആയിട്ടാ പറയും. ഡാ പ്രാഞ്ചിയെ, നീയാവട്ടടാ, ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. ഉമ്മക്ക് നമ്മുടെ ചെക്കന് വേണ്ടിട്ടേ ഫ്രാൻസിസ് പുണ്യാളനോട് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്തുട്ടാ ഞാനീ കാണണേ? എന്റെ ഫ്രാൻസിസ് പുണ്യാളാ. Lasciate che la pace sia con voi nel nome di Cristo. പുണ്യാളാ, പറയേ, ഞാനീ കാണുന്ന സ്വപ്നല്ലല്ലോ. La vita è un grande sogno, mio figlio. നല്ല കളറ് കിണ്ണം കാഴ്ച സിനിമ പോലത്തെ കാഴ്ചകള്, അതും മനുഷ്യന്മാരെ കാണാത്ത ടൈപ്പ് കാഴ്ചകള് പച്ചക്ക് നിന്ന് കാണുന്ന ആളാ ഞാൻ. അതുകൊണ്ട് ചോദിച്ചതാ. Non devi dubitare. I dubbi sono per i non credenti. മലയാളം അറിയില്ലേ ഞങ്ങളുടെ ഭാഷ? C'è un unico linguaggio comune per tutte le persone del mondo. Il linguaggio dell'amore. അപ്പൊ ഇക്കണ്ട കാലം കേരളത്തില് സത്യക്രിസ്ത്യാനികള് മലയാളത്തില് വേദോസ്തം വായിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ വേസ്റ്റ് ആയില്ലേ? നമുക്ക് നമ്മുടെ ആളുകൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് ചുരുക്കം. ഇത് വലിയ ചതിയായി പോയിട്ടാ. എനിക്ക് ഈ ഡൗട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ സൺഡേ ക്ലാസ്സിൽ അച്ഛനോട് ചോദിച്ചതാ, അച്ഛാ യേശുക്രിസ്തു എന്നൊരു പേര് ജീസസ് ക്രൈസ്റ്റിനുള്ള കാര്യം ആൾക്ക് അറിയുമെന്ന്. മണല് കൂട്ടി തുടമ്മല് തുലി 1 ഉറുപ്പ്യ വട്ടത്തിൽ പിച്ച എടുത്തു കിടി. അത് ഞാനീ പറയണമെന്നും ഈ പുണ്യാളിന് മനസ്സിലാവുണ്ടാവില്ലല്ലോ. കാത്തൊരു പുണ്യാളിനെ കിട്ടിയിട്ട് ഈ ഗതിയായല്ലോ കർത്താവേ. പ്രാഞ്ചി അരിപ്രാഞ്ചി പ്രാഞ്ചിയേട്ടാ, ചെറമ്മൽ ഈനാശു ഫ്രാൻസിസേ, നീ പറടാ. അതാണ് ക്രിസ്ത്യാനി, അതാണ് നമ്മളെ പുണ്യാളൻ. പുണ്യാളൻ അറിയാത്ത ഭാഷ ഉണ്ടോ? നല്ല തൃശ്ശൂർ ഭാഷയിൽ പെടക്കേട്ടാ. നീ പറടാ, എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം എന്താന്ന് ചോദിച്ചാ പല പ്രശ്നങ്ങളാ പുണ്യാള. ചെറമ്മൽ ഫ്രാൻസിസ് എന്ന ഈ ഞാൻ ദൈവഭയമുള്ള നല്ല 1-ാം നമ്പർ സത്യക്രിസ്ത്യാനിയാണ്. അപ്പം മരിക്കുമ്പോ എന്നെ ഏൽപ്പിച്ചതൊരു കുന്നാണെങ്കിൽ ഇന്ന് അതൊരു മലയാ. കൈവച്ച ബിസിനസ്സിലൊക്കെ ഡബിള് ലാഭാ. എന്ന് വെച്ച് വലിയ മാളയെ വെച്ച് റോൾസ് റോയ്സിലൊന്നുമല്ല നമ്മളെ നടപ്പ്. നമ്മുടെ പഴയ തറവാടും അത്യാവശ്യത്തിന് 1-2 വണ്ടി. പെണ്ണ് കെട്ടിയിട്ടില്ല, അത് മറന്നുപോയൊരു കാര്യ. അതിൽ നമുക്ക് തരി സങ്കടമില്ല. അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. ഒരു പേരില്ല എന്നുള്ളത് തന്നെ നമ്മുടെ പ്രശ്നം. കാര്യം ആളില് ബ്രാഞ്ചേട്ടൻ എന്നൊക്കെ വിളിക്കും. അത് തൃശ്ശൂക്കാരുടെ ലൈന. യേശുസ്തുനെ കണ്ടാലും യേശോട്ടൻ എന്ന് വിളിക്കുന്ന ടീമുകളെ പറ്റുള്ളൂ.
തലമുറയായിട്ട് ഞങ്ങൾ അരിക്കച്ചവടക്കാരാ. പണ്ട് കാലത്ത് കൊച്ചിയിലേക്കും ആലപ്പുഴയ്ക്കും വഞ്ചിയിൽ പോയി അരി കൊണ്ടുവന്ന് കച്ചവടം നടത്തിയിട്ടുള്ള ടീമുകളാ. ഇന്നിപ്പോ ബിസിനസ് പലതും ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു പേരില്ല സമൂഹത്തിൽ. അതന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു പേരിൽ എന്തിരിക്കുന്നു പ്രാഞ്ചി? പുണ്യാളൻ അത് പറയരുതിട്ടാ. ഒരു പേരിലാണ് ഞാൻ ഇരുന്ന് പോയെ. അരിപ്രാഞ്ചി എന്നുള്ളൊരു പേരില്. സംഗതി ഫ്ലാഷ് ബാക്കാ. കാര്യേട്ടര സ്കൂളില് ഞാൻ 7 ചേർന്ന ദിവസം. ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ടാട്ടാ. കളറാ. കൊടാക്ക് വിഷൻ 3. ആന്റണി ടി പി, ഹാജർ. ജോസ് സി എൽ, ഹാജർ. കൃഷ്ണകുമാർ ജി, ഹാജർ. സി ഫ്രാൻസിസ്, ഹാജർ. ഹൈ നീ എന്നിട്ടടാ നീ ഇവിടെ അരീനാശ്വരന്റെ മോൻ പ്രാഞ്ചിയിലടാ. നീ ഉണ്ടതിനകത്ത്? ആ ഇരി ഇരി. അരീനാശുവിന്റെ ചെക്ക അരിപ്രാഞ്ചിയെ. അന്ന് വീണ പേര പുണ്യാളാ. അവണ്ടല്ലോ ചിയാർച്ച വർഗീസേട്ടന്റെ മോൻ ജോസ്. ആ ചീങ്കണ്ണി എന്റെ ജീവിതം തൊലച്ചോനാ. 10ൽ പഠിക്കണ സമയം മള് പഠിക്കാൻ കൊള്ളൂലെങ്കിലും ഓമന എന്ന് പറയുന്ന ക്ലാസ്സിലെ നമ്പർ 1 പഠിപ്പിസ്റ്റ് കിടാവ്. ഇവിടെ അർണാട്ടുകാരിലെ ഡോക്ടർ ലാസറിന്റെ മോള്. അവളായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലവ്. ഞാൻ ആ കച്ചവടം മര്യാദയ്ക്ക് നടത്തിക്കൊണ്ട്. എന്തിനാ നീ ആ മഞ്ഞളിലെ ചെക്കന്റെ കൂടെ തല്ലൂടാൻ പോയത്? ഡീഷോ, എന്തോരം ചോരയാ ആ ചെക്കന്റെ മൂക്കിന്ന് ചാടിയത്. എന്നെങ്ങനെ വിളിച്ചിട്ടല്ലേ? വിളിക്കരുത് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും വിളിച്ചു അരിപ്രാഞ്ചിന്ന്. എന്തെങ്കിലും വിളിച്ചോട്ടെ, അതിനൊക്കെ തല്ലൂടാൻ പോണത് എനിക്ക് ഇഷ്ടല്ല. അങ്ങനത്തെ ചെക്കന്മാരെ എനിക്ക് കണ്ടൂടാ. ഇനി തല്ലൂടില്ല. സത്യം ഫ്രാൻസിസ് പുണ്യാളെ പിടിച്ച് സത്യം. സത്യം ഫ്രാൻസിസ് പുണ്യാളാണ് സത്യം. പ്രാഞ്ചി ലൈൻ വലിക്കുന്നടാ. ആ ലൈൻ ഞാനിന്ന് പൊട്ടിക്കും. അവൻ തല്ലൂട്ടാ. ഒടുക്കത്തിടിയാവന്റെ ഇടിക്കട്ടാ. നിങ്ങൾ മാറിക്കോ പൊയ്ക്കോ. ഫ്രാൻസിസേ, 1 മിനിറ്റ് ഒന്നിങ്ങി വന്നടാ. 1 മിനിറ്റ്. ഓമനെ സോറിട്ടാ. എന്താടാ? ഡാ നീ ആള് തരക്കേടില്ലല്ലോ. നീ നിന്റെ വീട്ടിലെ കറവക്കാരച്ചെടുത്തേരുടെ എവിടെ പിടിച്ചേ? അങ്ങനെ കേട്ടല്ലോ. ഞാനിത് അവളോട് പറയട്ടെ. ഞാൻ ഇടിക്കോട്ടാ. ഞാൻ പറയും ഇന്നത്തോടെ നിന്റെ ലൈൻ പൊട്ടി താഴെ കിടക്കും. കാണാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടാ. നീട്ട കൈ കുരുത്തം കെട്ടവനും തല്ലുണ്ടാക്കരുന്ന് പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു. നീട്ട കൈ നീട്ട. പഠിക്കാൻ ചെന്നെങ്കിൽ അതിനും കൊള്ളില്ല. ഒരിടത്ത് അടങ്ങിയിരിക്കോ? അതുമില്ല. നിന്റെ അപ്പനെ കാണറ ഈ പൊക്കി നീട്ട കൈ പൊക്കി നീട്ട. ഓമനെ നീ പ്രേമിച്ചു. പക്ഷെ അവള് നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും നന്നായി പഠിക്കണ കുട്ടിയാ. അത് നീ മറക്കരുത്. അപ്പൊ നീ നന്നായി പഠിക്കണം. എന്നാലേ നാളെ 2 പേർക്ക് നല്ല ജോലിയൊക്കെ കിട്ടൂ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഓമനയുടെ അപ്പന്റെ കയ്യിൽ എന്തിട്ടുള്ളത്? ഒരുണക്ക ഡോക്ടർ. നിനക്കറിയോ, എന്റെ അപ്പം വിചാരിച്ച അവളുടെ തറവാട് അടങ്കൽ മേടിക്കൂന്ന് അവനെ പറഞ്ഞു.
അങ്ങനെയൊന്നും പറയല്ലേ ഫ്രാൻസിസ് എന്ന് പറഞ്ഞോണ്ടാ അവൻ എന്നെ അടിച്ച്. വേണ്ട വേണ്ട, എന്നോട് മിണ്ടണ്ട. എനിക്ക് ഇഷ്ടല്ല. ഫ്രാൻസിസ് പുണ്യാളുടെ പേരിൽ സത്യം ചെയ്തിട്ട് എന്റെ മുമ്പിൽ വെച്ച് തന്നെ എനിക്ക് കാണണ്ട. നീ എന്തെങ്കിലും പോയി ചെയ്യേ. പഠിക്കാതിരിക്കേ, തല്ലുകൂടെ, എന്തെങ്കിലും ചെയ്യേ. പഠിപ്പിന്റെ കാര്യത്തിന് മോശമാവരുതെന്നല്ലേ ജോസിനോട് പറഞ്ഞുള്ളൂ. അപ്പൊ നീ എന്താ പറഞ്ഞേ? നിന്റെ അപ്പന്റെ കയ്യിൽ കാശുണ്ട്, ആ കാശുകൊണ്ട് ഞങ്ങളെ തറവാട് മേടിക്കുന്ന അല്ലേ? ഈശോന്നാ ആ വാക്ക് നീ പറയരുത്. ഒരിക്കലും എന്നോട് മിണ്ടാൻ വരില്ല. മിണ്ടാൻ വന്നാ ഞാൻ വീട്ടിൽ പറഞ്ഞ ഗേൾസിക്ക് TC വാങ്ങിപ്പോവും. നോക്കിക്കോ. ആ താപ്പില് അവൻ ഓമനയുടെ മനസ്സിലേക്കാ കയറി. പിന്നെ അവ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അവ അവളെ കെട്ടി. ഇപ്പൊ രണ്ടാളും വെസ്റ്റ്പോർട്ട് ആസ്പത്രിയിലെ ഡോക്ടേഴ്സാ. പിന്നെ ആ ചിങ്ങണ്ണിനെ വിട്ടില്ല. റീജൻസി ക്ലബിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ മത്സരിച്ചപ്പോ ദാവൻ ജോസിയാരം ഡോക്ടർ മുണ്ട് മതിയായിരുന്നു. കോട്ട് വേണം, കോട്ട് വേണം. ഇപ്പൊ സകല തെണ്ടികൾ കോട്ടിട്ടാ നടക്കണം. പിന്നെ താനെന്താ ഇടാത്തെ? ചോദ്യം. താൻ ധ്യാനത്തിന് പോയിട്ട് വെള്ളടി നിർത്തിന്ന് പറഞ്ഞിട്ട് ധ്യാനത്തിന് പോയപ്പോ നിർത്തി, ധ്യാനം നിർത്തി ഇപ്പൊ തുടങ്ങി. ഉതുപ്പേട്ട, നമ്മൾ എന്തിനാ ഈ വേഷം കെട്ടണേ? നമ്മുടെ ചില പോരായ്മകളൊക്കെ പരിഹരിക്കാനല്ലേ? നമ്മുടെ പാഞ്ചി ആള് കോടീശ്വരനാ, പക്ഷെ എഡ്യൂക്കേഷൻ ഇല്ലല്ലോ. എഡ്യൂക്കേഷനുള്ള ഡോക്ടർ ജോസ് ആണ് ഓപ്പോസിറ്റ്. അപ്പൊ നമ്മള് ലുക്കിൽ പിടിച്ചു നിക്കണം. പ്രാഞ്ചി, നീ ആ പ്രസംഗം പറഞ്ഞേ. ഒരെണ്ണം ഒഴിക്കടാ. കഴിച്ച രണ്ടെണ്ണം കോട്ടിന്റെ ഉള്ളിൽ കയറിയപ്പോ എതിലേ പോയി. മെന്നെ തുടക്കം നിട്ടെ. പൂ വെച്ച് തുടങ്ങുന്ന ഒരു വാക്ക്. പൂ വെച്ച് തുടങ്ങുന്ന വാക്കാണെങ്കിൽ ഞാൻ പറയട്ടെ. താൻ ഈ പൂ പൂന്ന് പറയാണ്ട് ആദ്യത്തെ ഒരിങ്ങട് മുഴുവൻ പറഞ്ഞു കൊടുക്കണം എന്നെ. ഇതിപ്പോ തെറിയൊന്നല്ലോ. പൂരങ്ങളുടെ പൂരങ്ങളുടെ പൂരമായ പൂരത്തിന്റെ പെരുമ കരിവീരൻ ശിരസിലേറ്റുന്ന തിടമ്പ് പോലെ അണിഞ്ഞു നിൽക്കുന്ന തൃശ്ശിവപേരൂർ പട്ടണത്തിന്റെ പൊന്നോമന പുത്രന്മാരുടെ സാംസ്കാരിക കൂട്ടായ്മയായ ഈ ക്ലബിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ എന്നോടാവശ്യപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. എങ്ങനെയുണ്ടോ? ഒഴുകണം. ഇടയ്ക്ക് തട്ടും തടവില്ലാതെ. അതിപ്പോ എങ്ങനെ പറയാ? ഈ അവിടെ കണ്ട കുടിച്ചിട്ട് വയറ്റ് ചെയ്ത് പോണ പോലെ ഉതുപ്പേട്ട, ഒരു ഉദാഹരണം പറയുന്ന സമയത്ത് എങ്ങനെ കുറച്ച് അന്തസ് വേണ്ടേ? അയ്യേ, അതെ, ആ പൂ വെച്ചുള്ള വാക്ക് കിട്ടിയ. കിട്ടി. പൂ വെച്ചിട്ടുള്ള വാക്ക് നിനക്ക് വേണം. പറയണോ മാപ്പിളെ? ഒരെണ്ണം അടിക്കട്ടോ. ഇതെന്താ കൊല്ലപരീക്ഷ? പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് എന്തോ ഒരു അനുഭവമുള്ള ആളാണെന്നറിയോ? ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. കടുത്ത മത്സരം നടക്കാൻ പോണേ. ഈ കോട്ടിന്റെയും പ്രസംഗത്തിന്റെയും പച്ചയില് സംഗതി നടക്കണം. അല്ലെങ്കിൽ ഗോപിയേട്ടാ, ഗോപി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ കലക്കൂടോ, താൻ നോക്കിക്കോ. യൂസപ്പേ, തീയ ബാഹുലേന്ന് വിളിക്കടാ. ആര്? സലാഹുദ്ദീനാ? കൊടുക്ക്. കൂട്ടുണ്ടാ. സബ്സ്ക്രിപ്ഷൻ നമുക്ക് അടയ്ക്കാടാ. നീ ആളെ കൊണ്ടുപോവാ. ശരി, കൊടു. നമസ്കാരം. അവന്റെ കൂട്ടത്തിലുണ്ട് പോരട്ടാ. പ്രാഞ്ചിയാണ് പ്രസിഡന്റ് സ്ഥാനത്ത്. നമ്മടെ അരിപ്രാഞ്ചി വന്നിട്ട് രണ്ടെണ്ണം പൂശിട്ടുണ്ട് കേറാട്ടാ. പ്രാഞ്ചേട്ടൻ വിളിക്കണ്. അരിപ്രാഞ്ചി എന്ന് പറയാണ്ട് നിന്റെ മുതലാളി ആരും അറിയില്ല എന്ന് പറഞ്ഞ ആ പേര് മാറി കിട്ടാൻ ആദ്യം സ്വർണ്ണക്കട തുടങ്ങിയത്. അപ്പെന്തായി? നമ്മുടെ സ്വർണ്ണക്കട നടത്തണ അരിപ്രാഞ്ചിന്ന് 10-20 വരെ കുടിശ്ശിക അടച്ചപ്പോ ഉറുപ്പ്യ 1 ലക്ഷം മാറി കിട്ടിട്ടാ. ഇറങ്ങി പോയില്ലടാ. കേറാനുള്ള താപ്പൊന്നും ഞാൻ കാണില്ല. ഒരു മാറ്റം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് വേണ്ടിയാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ ആ പദ്യം വേണ്ടട്ടാ എന്നെ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അതല്ലെങ്കിൽ മാറ്റുമതുകളീ നിങ്ങളെത്താൻ. കുമാരനാശാന്റെ കവിതയാടാ. അതിന് കയ്യടി ഉറപ്പാ. വെറുതെ തുമ്പെ കൊണ്ട് കല്ലെടുപ്പിക്കായിരിക്കും. അതങ്ങോട്ട് ഒഴിവാക്കിന്റെ മേന്നെ. അവന് കൊണ്ട് പറ്റണതല്ല അവന് പറയാൻ പറ്റുള്ളൂ. ഈ പ്രഭാകർ അണ്ടിക്കോട് എന്ന് പറഞ്ഞത് ആരാ? പ്രസംഗ കലയിലെ കമലഹാസന. അറിയില്ലല്ലേ? അവിടെ ഒരു തുമ്പി വെറുതെ ഇരിക്കണ്ടേ, അതിനെ കൂടെ കല്ലെടുപ്പിച്ച്. പ്രഭാകർ അണ്ടിക്കോട് എഴുതി തന്ന പ്രസംഗം തിരുത്തേ. പ്രാഞ്ചി, നീ മനപ്പാഠം പഠിച്ചേ. സമയായിട്ടാ, ഒന്ന് ഇറങ്ങി. സ്ഥാനാർത്ഥികൾ അവസാനമായി സ്റ്റേജിൽ വന്ന് ഓട്ടപ്പരത്തിക്കുന്നു. പിന്നെ പോളി താഴ്ന്നു പുളി തുടങ്ങിട്ടാ. നമ്മുടെ വെയ്യാണ്ട് കിടക്കുന്ന റിട്ടയർഡ് DYSP ദാമോദരൻ സാറിന് കൊണ്ടുവന്നിട്ടുണ്ട്. 2 ചോദിക്കുന്നുണ്ട്. കൊടുക്കട്ടെ? കൊടുക്ക്. 2 വെച്ചാ 2 കൂടുതലായാല് പ്രാഞ്ചി DYSPനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ശവം കൊണ്ടുവരുന്ന പോലെ ഉണ്ടല്ലോ. അതെവിടെങ്കിലും കുഴിച്ചിട്ട നീ ഇത് പഠിക്കിഷ്ടാ. ബ്രാൻഡി കാണിച്ചിട്ട് ആളെ കൊണ്ടുവരുന്നേ. നിർത്ത് വണ്ടി നിർത്ത്. പ്രാഞ്ചിസേ,
ദാമോദരൻ സാറ് വന്ന് നിന്നെ ഒറ്റ ആളെ ഓർത്തട്ടാ. നിന്നെ ജയിപ്പിച്ച് ഈ ക്ലബിന്റെ പ്രസിഡന്റ് ആക്കിയിട്ട് ഞാൻ പോളൂട്ടാ. എന്റെ വോട്ട് ആർക്കാന്ന് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രാഞ്ചിക്കാന്ന്. അരിപ്രാഞ്ചിക്ക് വോട്ട് ചെയ്താ ആ വോട്ട് പാഴാവുന്ന ചിലരൊക്കെ എന്നോട് പറഞ്ഞതേ. അരിപ്രാഞ്ചിന്ന് വിളിക്കാൻ എന്താ, അവൻ അരി കട്ടുവിറ്റിട്ടൊന്നുമില്ലോ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്താ സുബ്രഹ്മണ്യ, ഒരെണ്ണം ഇങ്ങോട്ട് ഒഴിക്കടാ. ഒരെണ്ണം ഒരു പുള്ളു തരും. സുബ്രഹ്മണ്യ, വരണോ ഇങ്ങോട്ട് വാടാ. ഇയാളുണ്ടല്ലോ പ്ലീസ്, ഇന്നത്തെ ദിവസം നിന്റെ അമ്മയ്ക്ക് വിളിച്ചാൽ അണിഞ്ഞരുത്. വന്നേ വാ. ഇതാ നരകത്തിന്റെ കാറാട്ടാ, ഡോക്ടർ ജോസിന്റെ. ഇവന്റെ മൂത്ത പെങ്ങള് ബ്രിജിന്റെ ഒരു ചാട്ടുമാട്ടക്കാരിയ. ഒന്ന് പാളിയതാ. ഡോക്ടർ നല്ല ആളാ. എന്തത്ര വൈകിയത്? ഒരു ലാസ്റ്റ് മിനിറ്റ് ക്യാമ്പയിൻ കൂടി നടത്തണം. എന്തിന്? എന്നെ അറിയാത്തവരോട് ആരാ കാലിത ഉള്ളത്? അവർക്ക് ഞാൻ പ്രസിഡന്റ് ആയിട്ട് വേണം തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യില്ല. അത്രയല്ലേ ഉള്ളൂ. ജയിക്കും, അത് ഷുവറാ. എന്നാലും ഒരു ചിരിയും കൈവിടുത്തു ഒന്നുകൂടെ ഉറപ്പിക്കാം. ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്ന പോലെ. നിങ്ങൾ ഇലക്ഷൻ നിൽക്കാൻ പറഞ്ഞു, ഞാൻ നിന്നു. അല്ലാതെ എനിക്ക് പിന്നെ ആൻസൈറ്റി ഒന്നും ഇല്ലട്ടാ. നിനക്ക് ടെൻഷൻ ഇല്ല, എനിക്കുണ്ട് ട്ടാ. ഈ എഡ്യൂക്കേഷന്റെ ഒരു വെയിറ്റ് ജോസിനുണ്ട്. അവ MBBS ഡോക്ടറാടാ. അത് താൻ ഇപ്പോഴാണ് അറിയണേ. ഇത്രയും കാലം കൂടെ വന്നിട്ട് ഇപ്പൊ മറ്റൊരുത്ത വർത്തനം പറയാം. എനിക്ക് ടെൻഷൻ ഇല്ല, നീ വന്നേ. പ്രാഞ്ചേട്ടോ കലക്കിണ്ടല്ല, ഒരു തോപ്പിയുടെ ആവാർന്നു. തൊപ്പി നിനക്ക് കാണണ്ട. എനിക്ക് കാണണ്ട ചങ്ങാതി. ഇയാള് തോൽക്കുമ്പോ താൻ തലയിൽ വെച്ചോ. തോറ്റ ആ സെക്കൻഡ് വെച്ച് ഞാൻ സ്ഥലം വിടുട്ടോ. എന്നെ അന്വേഷിച്ച് സമയം കളയാണ്ട് നീ മുങ്ങിക്കോ. ഒരു കരിഞ്ഞി ടോയ്ലറ്റിലേക്ക് പോയോ? എങ്ങോട്ടാ? അപ്പൊ അതൊക്കെ മേലെ സാധിച്ചൂടായിരുന്നോ? അടിക്കാനുണ്ടോ? എന്നാ പോവാ. ഞാൻ പകലടിക്കില്ലട്ടാ. ഞാനടിക്കും. പ്രസംഗിക്കാനുള്ളതാ. അത് പാളിന്ന് വെച്ചാ എനിക്ക് പ്രഭാകർ അണ്ടിക്കോടിന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ലട്ടാ. പ്രസംഗം ഞാൻ കലക്കൂടോ. താനപ്പ ആദ്യം ഒന്ന് പഠിക്കേ. അത് വേണമെന്ന് വെച്ചാ കയ്യിൽ എഴുതി വെച്ചോ. വേണ്ട, കോപ്പി അടിച്ചിട്ട് ഇവനെ പല പ്രാവശ്യം പിടിച്ചിട്ടുള്ളതാ. ആ നാണക്കേട് ഇനി വേണ്ട. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളീ നിങ്ങളെത്താൻ. ഇവന് എന്താ സാധനം? ചീങ്കണ്ണിയ. ഇവ IAS കിട്ടുന്നെങ്കിൽ തൃശ്ശൂർ കളക്ടർ ആവൂട്ടാ. Honorable presiding officer on dais, esteemed senior members, and my dear fellow brothers and sisters of the Regency Club. ഞാൻ ആ പ്രസംഗം എഴുതിയ കടലാസ് കീറി കളഞ്ഞൂട്ടാ. ഇംഗ്ലീഷ് കേട്ട് നീ പേടിക്കുന്നു വേണ്ടട്ടാ. ഇംഗ്ലണ്ടിലെ ധർമ്മക്കാർ വരെ ഇംഗ്ലീഷാ പറയാ. അതിനിടയ്ക്ക് എവിടേക്കാ പോയത്? ഒന്നുകൊണ്ട് വന്നേ. Of this wonderful year.